സംസ്ഥാനത്തെ സ്കൂൾ അധ്യാപകരുടെ സ്ഥലം മാറ്റം നിർത്തിവെക്കാൻ ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഉത്തരവിറക്കിയത്. സെൻസസ് ചുമതല ഉള്ളവരെ സ്ഥലം മാറ്റരുതെന്നും നിർദ്ദേശം. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, ഏത് സാഹചര്യത്തിലാണ് ഇടപെടൽ തീരുമാനം? KP, ഇത് വർഷം തോറും നടന്നുവരുന്ന ഒരു നടപടിക്രമമാണ്. അതായത് ഈ മരവിപ്പിക്കുന്നതല്ല, അധ്യാപകർക്ക് സ്ഥലം മാറ്റം നൽകുന്ന നടപടികൾ. അത് സ്വാഭാവികമായും ഒരു അധ്യയന വർഷത്തിന്റെ അവസാനം ഫെബ്രുവരി മാസം ആരംഭിക്കുന്നു. അത് ഏപ്രിൽ മെയ് മാസത്തോടുകൂടി അത് പൂർത്തീകരിക്കുന്നതാണ് സ്വാഭാവികമായി കാണുന്ന നടപടിക്രമങ്ങൾ. ഇത്തവണയാണെങ്കിൽ ഒരു സർക്കാരിന്റെ അധികാരമാറ്റം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയടക്കം പകരം എത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഇത്തവണ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓൺലൈൻ നടപടികളൊക്കെ കഴിഞ്ഞ മാസവും ഈ മാസം ആദ്യവുമായി ഒക്കെ പുരോഗമിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ അധ്യാപകരുടെ സ്ഥലം മാറ്റവുമായി സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തു. ആ ഉത്തരവാണ് ഇപ്പോൾ നിലവിൽ മരവിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നൽകിയിരിക്കുന്ന വിശദീകരണം 2026-27 സ്ഥലം മാറ്റമാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നതെന്നുള്ളതാണ്. പ്രധാനമായും അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് കടക്കാൻ കാരണം ഈ ജൂലൈ മാസം നടക്കുന്ന സെൻസസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി അധ്യാപകരെ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെൻസസ് നടപടികൾക്ക് ശരിയായ രീതിയിൽ നടത്താൻ കഴിയില്ല. അതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിനാൽ തന്നെ 2027 മാർച്ച് വരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ഫർ മരവിപ്പിക്കുന്നു എന്നാണ് ഈ ഒരു ഉത്തരവ് പറയുന്നത്. പക്ഷേ അധ്യാപകരടക്കം പറയുന്നത് ഇതിനു മുന്നേയും ഇത്തരത്തിലുള്ള നടപടികളിൽ അല്ലെങ്കിൽ സെൻസസ് എടുക്കുന്ന നടപടികളിൽ അധ്യാപകർ ഭാഗമായിരുന്നു. ആ അധ്യാപകർ ഭാഗമായിരുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ട്രാൻസ്ഫറുകളും ഉണ്ടായിരുന്നപ്പോൾ സുഗമമായി തന്നെ അത്തരം നടപടിക്രമങ്ങൾ നടത്താൻ തങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, കൃത്യമായി പറഞ്ഞാൽ 5 ദിവസം മാത്രമേ ഉള്ളൂ പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ. പല സ്കൂളുകളിലും അധ്യാപകരുടെ അഭാവമുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ മാർച്ചിലടക്കം വിരമിച്ചു പോയ അധ്യാപകരുണ്ട്. പുതിയ നിയമനങ്ങളൊക്കെ നടക്കാത്ത ഒരു സാഹചര്യമുണ്ട്. പല സ്കൂളുകളിലും പ്രധാന അധ്യാപകരുടെ ഒഴിവടക്കം നിലനിൽക്കുന്നുണ്ട്. നിലവിലുള്ള ചുമതലയിലുള്ള അധ്യാപകർക്കൊക്കെ അധിക ചുമതല വഹിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ ഈ മരവിപ്പിച്ച ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുതിയ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ഇടപെടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അതോ മന്ത്രിയുടെ അറിവോടുകൂടിയാണോ ഇത് മരവിപ്പിച്ചതും എന്ന കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ മരവിപ്പിച്ച ഉത്തരവിനെതിരെ വരുന്ന ദിവസങ്ങളിലും വരുന്ന മണിക്കൂറുകളിലും പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയരുക തന്നെ ചെയ്യും. KP. MS വീണയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ.